ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ കേരളത്തിന് പദ്ധതികൾ പ്രഖ്യാപിച്ച കേന്ദ്രം 3 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത്. സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നടത്തിയ പരാമർശവും ശ്രദ്ധേയമായി. വികസനത്തിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ വ്യവസായ നയങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പിന്തുണ. 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. പാലക്കാട് മലപ്പുറം ബൈപ്പാസിന് 10,000 കോടി, തിരുവനന്തപുരം ഔട്ടർ റോഡിന് 5,000 കോടി, അങ്കമാലി ബൈപ്പാസിന് 6,000 കോടിയും അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി. The most important thing is the infrastructure is very important. Water, power, transport and communication. Regarding road sector, I will assure you that at least in my regime, we will complete the work more than 3 lakh crores in Kerala. സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശവും ശ്രദ്ധേയമായി. സിൽവർ ലൈൻ യാത്രാ സമയം കുറയ്ക്കുമെന്ന് മന്ത്രി. We have also now a project, Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. ഇതാദ്യമായാണ് സിൽവർ ലൈനിനെ അനുകൂലിച്ചുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന. വികസനത്തിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രതിപക്ഷം അടുത്തിടെ ഹർത്താലുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. LDF പ്രതിപക്ഷത്താകുമ്പോഴും ഇതുപോലെ പിന്തുണ വേണമെന്നും വി ഡി സതീശൻ. I'm happy to say that we have not conducted any hartals for the last 4 years. No hartals. My request to the government side is that when you will be in the opposition, you have to continue the same culture. അതേസമയം കേരളത്തിൽ പൂർണ്ണമായും താമര വിരിഞ്ഞിട്ടില്ലെന്നും ഉടൻ വിരിയുമെന്നും തമാശമട്ടിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത് കൗതുകമായി. And every visit in Kerala, you feel like never going back. But I will go back, so you don't have to worry. We are not yet, the lotus has not yet bloomed in Kerala. But very soon. 24 കൊച്ചി.